ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, അതായത് ഓൾറെഡി എററുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ക്വാണ്ടിറ്റിയിൽ എത്രമാത്രം എറർ വരാം, അല്ലെങ്കിൽ എററുള്ള ക്വാണ്ടിറ്റീസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ക്വാണ്ടിറ്റീസിൽ എത്രമാത്രം എറർ വരാം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി എററുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം എറർ വരാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രമാത്രം എറർ വരാം എന്നുള്ളതാണ്. So first we are going to discuss what about the error when two quantities are multiplied. Okay. So ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ error in multiplication. Error in multiplication. So ഇവിടെ z is equal to കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മൾ എടുക്കുന്നു it is a into b, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് എറർ ഇൻ a is taken as a plus or minus delta a and b plus or minus delta b. സോ ഞാൻ എറർ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് z plus or minus delta z is equal to എക്ക് പകരം എന്ത് കൊടുക്കാം, a plus or minus delta a into b plus or minus delta b. ഓക്കെ, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇനി ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഇസഡ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സോ ഇസഡ് ഞാൻ കോമൺ എടുത്തു. ഇവിടെ ഇസഡ് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ്, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഇസഡ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഇസഡ് എടുക്കും. സോ ലിസൺ, ഡെൽറ്റ ഇസഡിനെ ഞാനൊരു ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വാല്യൂവിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഇസഡിനെ നിങ്ങൾ പുറത്തെടുക്കുക, ഒരു ഇസഡ് പുറത്തെടുത്തു. ഇസഡ് പുറത്തെടുക്കുമ്പോൾ ബാക്കി വരുന്നത് ഡെൽറ്റ സെഡ് ബൈ സെഡ്. ക്ലിയർ? ഇങ്ങനെ ആക്കി ഇസഡ് കോമൺ എടുത്തു. അപ്പോൾ ഇവിടെ ഇസഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഇസഡ് ഇല്ലാത്തടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത സെഡിനെ പുറത്തെടുത്തു, ഡിവൈഡ് ചെയ്ത സെഡ് അവിടെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ അതുപോലെ എ എടുക്കുക. എ ഈസ് 1 plus or minus delta a by a, and ഇവിടെ b 1 plus or minus delta b by b. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. and z into 1 plus or minus delta z by z is equal to a into b. ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. into 1 plus or minus delta a by a into 1 plus or minus delta b by b. So what is ab? ab z ആണ്. ഓക്കെ, അപ്പോൾ ab z ആകുമ്പോൾ ഞാനിതൊരു b ആണ്. z into ഇവിടെ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോയി. z ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z is equal to z ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ബൈ a ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ b ബൈ b. ക്ലിയർ? സോ ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും z ക്യാൻസൽ ചെയ്യുന്നു. ബാക്കിയുള്ളത് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z is equal to ഇത് നിങ്ങൾ a ഇൻറ്റു b a പ്ലസ് b ഇൻറ്റു c പ്ലസ് d മോഡിലെ മൾട്ടിപ്ലൈ, അതായത് ഫസ്റ്റ് a കൊണ്ട് c a കൊണ്ട് d a മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ b c b d എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഈ ഭാഗം. സോ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, 1 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്തു, 1 കൊണ്ട് ഡെൽറ്റ ബി ബൈ ബി. ആൻഡ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്കൊരു 1 ഉണ്ട്. 1 ക്യാൻ ബി ക്യാൻസൽഡ്. സോ
So plus or minus delta z by z is equal to plus or minus delta b by b plus delta a by a. ഈ ക്വാണ്ടിറ്റി രണ്ടിൻ്റെയും എറർ വരുന്നതാണ്. സോ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി നെഗ്ലെക്റ്റഡ്. സോ യുവർ relative error in z is equal to delta b by b plus delta a by a or delta a by a plus delta b by b. ഇവിടെ നമ്മൾ എറർ അല്ല, റിലേറ്റീവ് എറർ ആണ് കാണുന്നത്. സോ ദിസ് ഇസ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z by z is equal to പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a by a പ്ലസ് ഡെൽറ്റ b by b. ഓരോന്നിലെയും റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക. ദിസ് ഇസ് എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ എറർ ഇൻ ഡിവിഷൻ. എറർ ഇൻ ഡിവിഷനിലേക്ക് പോവാണ്. എറർ ഇൻ ഡിവിഷനിലേക്ക്. എറർ ഇൻ ഡിവിഷൻ ആകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ z is equal to x by y or a by b. എയിലെ എറർ നേരത്തെ പോലെ a പ്ലസ് ആർ മൈനസ് ഡെൽറ്റ a, b പ്ലസ് ആർ മൈനസ് ഡെൽറ്റ b. ഓക്കെ, z is equal to എക്ക് പകരം a പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ഡിവൈഡഡ് ബൈ b പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ b. ഇവിടെ z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z. നേരത്തെ നമ്മൾ ചെയ്ത സെയിം രീതി തന്നെയാണ്. എന്ത് ചെയ്യുക? സെഡിനെ കോമൺ എടുക്കുക. 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z ഈക്വൽ ടു എ കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ബൈ a ഡിവൈഡഡ് ബൈ ബി കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ b ബൈ b. സോ ഇവിടെ a ബൈ b, what is a by b? a by b is z. So z into 1 plus or minus delta z by z is equal to a by b is z. So z into 1 plus or minus delta a by a divided by 1 plus or minus delta b by b. And z get cancelled. So ഇവിടെ 1 plus or minus delta z by z is equal to 1 plus or minus delta a by a into, ഇതിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവാണ്. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 by a റൈസ് ടു n എന്ന് പറയുന്നത് a റൈസ് ടു മൈനസ് n. അപ്പോൾ ഇവിടെ പവർ ഈസ് 1. അപ്പോൾ 1 by a എന്ന് പറയുന്നത് എന്തായിട്ട് വരും? a റൈസ് ടു മൈനസ് 1, ബിക്കോസ് ഇവിടെ പവർ 1 ആണ്. സോ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ b ബൈ b ദ ഹോൾ റൈസ് ടു മൈനസ് 1. ഇവിടെ പവർ 1 ആണ്. അപ്പോൾ നമ്മളത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം ദ പവർ ഈസ് മൈനസ് 1. ഓക്കെ, നോക്കാം. 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z is equal to 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ബൈ a. ഇതിനൊരു ചെറിയ വ്യത്യാസം വരും. മൈനസ് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഇതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യും. മൈനസിനെ അകത്തേക്ക് കയറുക. നിങ്ങളിത് മാത്തമാറ്റിക്സിൽ പഠിക്കും. അപ്പോൾ ഈ തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കുക, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. സോ ദിസ് ഇസ് 1 മൈനസ് പ്ലസ് ഡെൽറ്റ b ബൈ b എന്നുള്ള ഫോമിലാവും. നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ
കണക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു 1. ഇത് മൈനസ് ഓഫ് പ്ലസ് എന്നാണ് കിട്ടുന്നത്. മൈനസ് പ്ലസ് എൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഇത് ചെയ്യുമ്പോൾ പ്ലസ് ഡെൽറ്റ എ ബൈ എ ആൻഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഇത് നേരത്തെ പോലെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, വേണ്ട, കാരണം വളരെ ചെറിയ വാല്യൂ ആയിരിക്കും, അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. 1 get cancelled. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ വേണ്ടത് ഇതിലെ മാക്സിമം എററാണ് വേണ്ടത്. അപ്പം മാക്സിമം എറർ ആകുമ്പോൾ നമ്മളെപ്പോഴും ഈ എററും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലേ എടുക്കുള്ളൂ. മിനിമം എറർ വരുമ്പോൾ നമുക്ക് ഇത് പ്ലസും ഇത് മൈനസും ആയിട്ട് എടുക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം എറർ എടുക്കുന്നത് കാരണം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും ദിസ് ഈസ് ദ മാക്സിമം റിലേറ്റീവ് എറർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇത് പ്ലസ് മൈനസ് അല്ലേ, ഇത് മൈനസ് പ്ലസ് അല്ലേ? ഓക്കെ, അതിനർത്ഥം നിങ്ങൾക്ക് പ്ലസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഒരു ഓപ്ഷൻ വരാം. പിന്നെ പ്ലസ് ഡെൽറ്റ എ ബൈ എയും മൈനസ് ഡെൽറ്റ ബി ബൈ ബിയും ഒരു ഓപ്ഷൻ വരാം. ഇവിടെ മൈനസ് ഡെൽറ്റ എ ബൈ എയും മൈനസ് ഡെൽറ്റ ബി ബൈ ബിയും ഒരു ഓപ്ഷൻ വരാം. അങ്ങനെ 4 കേസസ് ഇവിടെ പോസിബിൾ ആണ്. നമ്മൾ എടുക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം എറർ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്ലസ് ഓർ മൈനസ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എററാണ് മാക്സിമം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലായത്? റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുമ്പോൾ എയ്തർ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, രണ്ടിനകത്തും റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത് ഒരേ തരത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഒരു കേസ് കൂടെ ഉണ്ട്. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. Okay, that is error in powers. Error in powers. So z is equal to, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നു, a സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. സോ z is equal to a into a എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാം. സോ വാട്ട് ഈസ് ദ റിലേറ്റീവ് എറർ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ബൈ സെഡ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും എറർ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ. സോ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു, രണ്ടും സെയിം ആണല്ലോ, അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇനി ജനറലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സപ്പോസ് z ഇസ് ഈക്വൽ ടു എ റൈസ് ടു n എന്നുള്ള ഫോമിലാണെങ്കിൽ n ഏത് പവറും ആയിക്കോട്ടെ, ദെൻ ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്ന് പറയുന്നത് n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അതായത് എന്താണോ ആ പവർ വാല്യൂ, ആ പവർ വാല്യൂവിനെ നിങ്ങളുടെ റിലേറ്റീവ് എറർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഡിവിഷനും വരുന്നത്. അതുകൊണ്ട് ഡിവിഷൻ്റെ കേസിലാണെങ്കിലും ഇത് തന്നെയാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ പവർ വരുന്ന കേസിൽ നിങ്ങൾക്ക് എറർ കണ്ടുപിടിക്കാനായിട്ട് ആ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ ഇൻറ്റു അതിൻ്റെ പവർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ്, ഗുണിക്കുക. ഓക്കെ, സോ നമ്മുടെ എറർ തിയറട്ടിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടി ഈ സെക്ഷനിൽ ചെയ്യണം. ഒരു 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എറേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് പവർ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. 2 പ്രോബ്ലംസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Q is a physical quantity and it is represented as the product of a square b raised to 4c cube d raised to half. ഇതൊക്കെ ഏതോ ക്വാണ്ടിറ്റികളാണ്. So percentage error in the measurement of a, b, c and d are. എയിലും ബിയിലും സിയിലും ഡിയിലും നമുക്ക് എത്രമാത്രം എറർ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് എറർ ആണ് തന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ എ ഈസ് 1% ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ബി ഈസ് 2, പെർസെൻറ്റേജ് എറർ ഇൻ സി ഈസ് 3 ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ഡി ഈസ് 4%.
സോ നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് അബൌട്ട് ദ പെർസെൻറ്റേജ് എറർ ഇൻ ക്യൂ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് a square b raised to 4 c cube ആൻഡ് d raised to half എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല, ഓരോ ക്വാണ്ടിറ്റീസിനും എന്തുകൂടിയുണ്ട്, പവർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പവർ നമ്പർ കൊണ്ട് ഇതിൻ്റെ പെർസെൻറ്റേജ് എററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആൻസർ നോക്കാം. ഡെൽറ്റ ക്യൂ ബൈ ക്യൂ in percentage is equal to, okay, delta q by q percentageലാണ് in percentage. എന്താ നമുക്ക് വേണ്ടത്, എയുടെ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പെർസെൻറ്റേജ് അല്ലേ, ഇതെല്ലാം പെർസെൻറ്റേജിലാണ് നമുക്ക് കിട്ടുന്നത്, പെർസെൻറ്റേജ് ആട്ടോ, ഇൻറ്റു 100 എന്നുള്ള പെർസെൻറ്റേജിലാണ് കിട്ടുന്നത്. പ്ലസ് അടുത്തത് 4 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ആൻഡ് all about in percentage. So 2 into what is delta a by a in percentage, it is 1%. So 2 into 1% plus 4 into what is delta b by b in percentage, that is 2%. Plus 3 into delta c by c, what is delta c by c, it is 3%. Plus half into what is delta d by d, it is 4%. But 2% plus 8% plus 9% plus 2%. എല്ലാം കൂടി ആഡ് ചെയ്യുക, 10 അല്ലേ, 10 പ്ലസ് 9 19 പ്ലസ് 2 ദാറ്റ് ഈസ് നമുക്ക് 21% എന്ന് കിട്ടും. ടോട്ടൽ എറർ ഇൻ ക്യൂ എന്ന് പറയുന്നത് 21% എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പെർസെൻറ്റേജിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു എറർ, അതുകൊണ്ട് അവിടെ അങ്ങ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ക്ലിയർ, ഫസ്റ്റ് പ്രോബ്ലം. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡ് പ്രോബ്ലം? സെക്കൻഡ് പ്രോബ്ലത്തിനകത്ത് പെർസെൻറ്റേജിലല്ല തന്നിട്ടുള്ളത്, പക്ഷേ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജിലാണ് താനും. പെർസെൻറ്റേജ് എറർ ഇൻ റോ റെസിസ്റ്റിവിറ്റി ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് അവരുടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, പൈ ആർ സ്ക്വയർ എക്സ് ബൈ എൽ. പൈ ഈസ് എ കോൺസ്റ്റൻറ്റ്, അതിനകത്ത് എററൊന്നും വേണ്ട, നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലുള്ള എററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർ ഇസ് റേഡിയസ് ആണ്, റേഡിയസിൻ്റെ എറർ, അതായത് ആക്ച്വൽ റേഡിയസ് വാല്യൂ 0.28, എറർ വരാൻ സാധ്യതയുള്ളത് ±0.02. ആൻഡ് എക്സിനകത്ത് 16 വാല്യൂ, അതിനകത്ത് ±1% എറർ. എല്ലിൻ്റെ വാല്യൂ 54, അതിനകത്ത് എറർ 0.1. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ വാട്ട് അബൌട്ട് ഡെൽറ്റ? ആദ്യം നമുക്ക് ഡെൽറ്റ റോ ബൈ റോ എഴുതുകയാണെങ്കിൽ മാക്സിമം എറർ ഇൻ ഡെൽറ്റ റോ ബൈ റോ, ഹിയർ ഇറ്റ് ഈസ് ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് പിന്നെ എക്സ്, സോ ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. വെദർ ഇറ്റ് ഈസ് ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ എല്ലാ എററും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് വൺ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കപ്പോൾ വേണ്ടത് എന്തൊക്കെയാണ്? ഡെൽറ്റ ആർ ബൈ ആർ എന്താണെന്ന് നമുക്കറിയില്ല, ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്താണെന്ന് അറിയില്ല, ഡെൽറ്റ എൽ ബൈ എൽ എന്താണെന്ന് അറിയില്ല. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ആർ ബൈ ആർ. It is delta R is 0.02 divided by 0.28. Okay. And what about delta X by X? It is 1 by 16. And what about delta L by L is 0.1 divided by 54. കണ്ടുപിടിച്ചു. ഈ വാല്യൂസിനെ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇസ് 0.02. നോക്കുക, ഇവിടുത്തെ ഡെസിമലൊക്കെ ഈക്വൽ ആണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2/28 എന്ന് എഴുതാം.
അതായത് 1/14 അല്ലേ, 1/14 പ്ലസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് 1/16 പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ 0.1/54 വേണമെങ്കിൽ നിങ്ങൾക്ക് 1/540 എന്ന് എഴുതാം. സോ ഇനി എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കലേ ഉള്ളൂ, സോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്. 2 ടൈപ്പാണ്. അതായത് ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പെർസെൻറ്റേജറിൽ തന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. അതുപോലത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതായത് ∆r/r കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ എറേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് വാട്ട് അബൌട്ട് ഡയമെൻഷൻസ്. എന്താണ് ഡയമെൻഷൻസ്? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും യൂണിറ്റ്സിനെയൊക്കെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിങ്ങളോട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവിടെയും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു കോംപ്ലെക്സ് ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമ്മളവിടെ സിസ്റ്റമൊക്കെ എന്താണ് പഠിച്ചതാണ്. സിസ്റ്റം ഏതൊക്കെ സിസ്റ്റമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്? MKS, FPS, CGS എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് SI സിസ്റ്റം ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ SI സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും ഞാൻ ആദ്യം എന്ത് കൊടുക്കുന്നു? ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പോവുകയാണ്. സോ നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മാസ്. മാസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. M ഇട്ടിട്ട് ക്യാപിറ്റൽ M സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ ഡയമെൻഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ മാസ് ആണെങ്കിൽ M സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ദെൻ ലെങ്ത് ആണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഫോർ ടൈം ക്യാപിറ്റൽ T വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. മാസ്, ലെങ്ത്, ടൈം മൂന്നെണ്ണമായി. അതിൻ്റെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് that is represented by capital A within square brackets. Then temperature. Temperature K. Okay. And luminous intensity of light is represented by CD. And last one, amount of substance, mole. ഇത്രയുമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത്. മാസ് M, ലെങ്ത് L, ടൈം T, ഇലക്ട്രിക് കറണ്ട് A, ടെമ്പറേച്ചർ K, ലൂമിനസ് ഇൻറ്റൻസിറ്റി CD ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. അപ്പോൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വരുമ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്തിട്ടോ ഒക്കെയാണ് നമ്മളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഡയമെൻഷൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് ഡയമെൻഷൻ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡയമെൻഷൻ
ഡയമെൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പവേഴ്സാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടില്ല, ഇപ്പോൾ A⁻n ഇങ്ങനെയുള്ള പവേഴ്സാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആർക്ക് കൊടുക്കുന്ന പവേഴ്സാണ്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സായിട്ട് കൊടുക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള വെലോസിറ്റിയിൽ ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കാം, ടൈം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ എത്രാമത്തെ പവറാണ് അതിനകത്ത് യൂസ് ചെയ്യുക, ടൈം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഏത് പവറാണ് വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡയമെൻഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ ഡയമെൻഷൻസ് ആർ ദ പവേഴ്സ്. ആരുടെ പവേഴ്സ്? നമ്മൾ കൊടുക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സാണ്. ആ പവേഴ്സ് കൊണ്ട് റേസ് ചെയ്ത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെങ്ത് ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ കാറ്റഗറി ഓഫ് ലെങ്ത് ഡയമെൻഷൻ തന്നെ. കാരണം മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നവർക്കെല്ലാം നമ്മൾ എൽ ഇൻറ്റു ബ്രെഡ്ത്തിന് അതും എൽ. കാരണം ബ്രെഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്, സെൻറ്റിമീറ്റർ ഓർ മീറ്റർ, കിലോമീറ്റർ. സോ അതും എൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. എത്ര എല്ലുകളുണ്ട്? ദാറ്റ് ഈസ് എൽ സ്ക്വയർ അല്ലേ, എൽ സ്ക്വയർ. സോ ഇവിടുത്തെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ആയിട്ടുള്ള എല്ലിൻ്റെ സെക്കൻഡ് പവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ. ബാക്കി ആരും ഇല്ല, എം ഇല്ല അവിടെ, ടി ഇല്ല അവിടെ. ദാറ്റ് മീൻസ് നമുക്ക് മാസമായോ ടൈമുമായോ ഒന്നും ഏരിയയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാം. ആകെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? ലെങ്തിനെ മാത്രമാണ്. സോ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏരിയ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഏരിയ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. സോ ഞാൻ ഇങ്ങനൊരു ഇക്വേഷൻ ഇപ്പോൾ എഴുതി. എന്താ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഏരിയ, റൈറ്റ് സൈഡിൽ എൽ സ്ക്വയർ. ദറ്റ് മീൻസ് ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഞാൻ എന്ത് ചെയ്യുന്നു? എൽ സ്ക്വയർ എന്ന് പറയുന്ന ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഇതാ ഡയമെൻഷണൽ ഫോർമുല. ഇത് ഡയമെൻഷൻ, എല്ലിൻ്റെ ഡയമെൻഷൻ 2. ഈ എൽ സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ. ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല ഇതാണ്. ആൻഡ് ആ ക്വാണ്ടിറ്റിയെയും അതിൻ്റെ ഫോർമുലയും കൂടി കണക്ട് ചെയ്ത് എഴുതുന്ന ഈ ഇക്വേഷൻ ഇതാണ്. ആ ക്വാണ്ടിറ്റിയെയും ഡയമെൻഷണൽ ഫോർമുല, ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയും കൂടി കണക്ട് ചെയ്ത് എഴുതുന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? വാട്ട് അബൌട്ട് ഡയമെൻഷൻ ഓഫ് എൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 ഇൻ ഏരിയ. ഏരിയയുടെ കേസിൽ എടുക്കുമ്പോൾ ഡയമെൻഷൻ ഓഫ് എൽ ഇസ് 2. ആൻഡ് വാട്ട് ഈസ് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ സ്ക്വയർ. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, റൈറ്റ് സൈഡിൽ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കൂടി കണക്ട് ചെയ്ത് എഴുതുന്നതിനെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് എഴുതണം. ആ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏരിയ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം.
ഏരിയ ചെയ്തതുപോലെ ഏരിയക്ക് എന്തായിരുന്നു? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഇസ് എൽ ഇൻറ്റു എൽ ഇസ് എൽ സ്ക്വയർ. പിന്നെ ചില പുസ്തകങ്ങളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ എല്ലാത്തിനെയും ചേർത്ത് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് എമ്മിൻ്റെ പവർ ഇതിനകത്തില്ല. സോ എം റൈസ് ടു 0, എൽ സ്ക്വയർ, ടി റൈസ് ടു 0. ഇതൊരു കാണാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ പവർ 0 കൊടുത്തിരിക്കുന്നത് ആ ക്വാണ്ടിറ്റീസിന് ഇവിടെ യാതൊരു മീനിങ്ങും ഇല്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, വോള്യം. നിങ്ങൾ വോള്യം പഠിച്ചിട്ടുള്ളത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പൈ ആർ സ്ക്വയർ എടുത്തൂടെ? പൈ ആർ സ്ക്വയർ എടുക്കാം. പൈ എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റൻറ്റ്, അപ്പോൾ അതിനെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ആർ എന്ന് പറയുന്നത് റേഡിയസ്, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ, മീറ്റർ ഒക്കെയാണ്. സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെയും എൽ ഇൻറ്റു എൽ, സെയിം ഡയമെൻഷൻ തന്നെ. അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോമിലേക്ക് വ്യത്യാസം വരില്ല. അത് നമ്മൾ ഏത് ഇക്വേഷനാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷന് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വോള്യൂം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദിസ് ഇസ് ലെങ്ത്തിന് എൽ, ബ്രെഡ്ത്തിന് എൽ, ഹൈറ്റിന് എൽ. സോ ദിസ് ഇസ് എൽ ക്യൂബ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? m0 l ക്യൂബ് t റൈസ് ടു 0. ഏരിയ, വോളിയം. ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കുഞ്ഞു ക്ലാസ്സിൽ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് എ ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും മെഷേർഡ് ഇൻ ലെങ്ത് ആണ്. സോ ഇത് എൽ തന്നെ. ഡിസ്റ്റൻസ് ആണെങ്കിലും എൽ ആണ്. നെക്സ്റ്റ് വൺ, ഞാൻ വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെത് എന്താ? എൽ. ടൈമിൻ്റെത് എന്താ? ടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിനോമിനേറ്ററിലുള്ളൊരു ക്വാണ്ടിറ്റിയെ നിങ്ങളെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ ടി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടി റൈസ് ടു -1. നോക്കൂ, ഇപ്പോൾ നമുക്ക് രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അവിടോട്ട് കയറി വന്നിട്ടുണ്ട്. എല്ലിൻ്റെ പവർ 1 ആൻഡ് ടിയുടെ പവർ -1. വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? m0 l t റൈസ് ടു -1 എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് എമ്മിൻ്റെ പവർ 0 ആണ്, എമ്മിൻ്റെ ഡയമെൻഷനൊന്നും ഇതിനകത്തില്ല. l t റൈസ് ടു -1. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ആൻഡ് ദെൻ ആക്സിലറേഷൻ നമുക്ക് എടുക്കാം. ആക്സിലറേഷൻ, അപ്പോൾ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ആ ക്വാണ്ടിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു റിലേഷൻ. ഇപ്പം ഞാൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -1 ആണ്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ അതുമായി കണക്ട് ചെയ്തിട്ടാണ് ആക്സിലറേഷൻ എഴുതാൻ പോകുന്നത്. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം. വാട്ട് അബൌട്ട് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? എൽ ടി റൈസ് ടു -1 ബൈ ടൈം ടി തന്നെയാണ്. ഈ ടൈമിനെ കൂടി നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോവാം. എൽ ടി റൈസ് ടു -1 ഓൾറെഡി അവിടെ ഉണ്ട്. ഇതിനെ കൂടി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടി റൈസ് ടു -1. അതായത് എൽ ഒരെണ്ണം തന്നെ, ടി റൈസ് ടു -1 രണ്ടെണ്ണം ഉണ്ട്. സോ ടി റൈസ് ടു -2. സോ വാട്ട് അബൌട്ട് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ എൽ ടി റൈസ് ടു -2 അല്ലെങ്കിൽ m0 l t റൈസ് ടു -2 എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ആക്സിലറേഷനായി നോക്കൂ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പോകുന്നു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോഴ്സ് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം?
മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് റിലേറ്റ് ചെയ്യാം. സോ മാസിൻ്റേത് എം ആണ്, ഇൻറ്റു ആക്സിലറേഷൻ്റെത് എൽ ടി റൈസ് ടു മൈനസ് 2 ആണ്. സോ കമ്പൈൻ ചെയ്ത് എഴുതുക എം എൽ ടി റൈസ് ടു മൈനസ് 2. അതായത് മാസ് വന്നിട്ടുണ്ട്, ലെങ്ത് ടൈം, മാസിൻ്റെ പവർ ഓർ ഡയമെൻഷൻ 1, ലെങ്ത് ഡയമെൻഷൻ 1, ടൈമിൻ്റെ ഡയമെൻഷൻ -2 എന്നുള്ള രീതിയിൽ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഏതിൻ്റെ വേണമെങ്കിലും ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുലയൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻസ് സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ.